മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 100 ദിവസം ജയിലിൽ കിടന്നപ്പോ ഈ സെക്രട്ടറി എവിടെയായിരുന്നു, ഈ പാർട്ടി സെക്രട്ടറി? ആക്ച്വലി എന്താണ് ഉണ്ടായത്? ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ, ദേശീയ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഈ ഗോവിന്ദൻ മാസ്റ്ററുടെ ഒക്കെ അവസ്ഥ ഓർത്താണ് കേട്ടോ സഹതപിക്കുന്നത്. അങ്ങേരുടെയൊക്കെ കാര്യം ഒരു കണക്കിന് കഷ്ടമുണ്ട് കേട്ടോ. ഈ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയുടെ കാര്യം ഇതാണെങ്കിൽ അവിടെ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും, നിലവാരം എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കുകയും ചെയ്യാമല്ലോ. ലോഹ്യമൊക്കെ ലോഹ്യം, മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. കഴിഞ്ഞ ദിവസം ഇരുന്നോണ്ട് പറയുക നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഴുവൻ ലഹരി കച്ചവടക്കാരാണെന്ന്. അതിന് നല്ല കൃത്യമായിട്ടുള്ള കുറിക്ക് കൊള്ളുന്ന, അണ്ണാക്ക് കീറി മുറിക്കുന്ന രീതിയിലൊരു മറുപടി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ കൊടുത്തിട്ടുമുണ്ട്. വി ഡി സതീശൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗോവിന്ദൻ മാസ്റ്റർ, നിങ്ങൾ ഇനിയും വായ തുറക്കണം. കാരണം നിങ്ങളാണ് ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യം. നിങ്ങൾ ഇങ്ങനെയൊക്കെ വായ തുറന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാലേ ഞങ്ങളുടെ പാർട്ടിക്ക് നേട്ടമുണ്ടാകുകയുള്ളൂ എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഒന്നും പറയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയുന്നത് ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോ ഇപ്പൊ ഉയർത്തിക്കൊണ്ട് വരുന്നത്, വിമർശിക്കുന്നത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ സൈബർ ടീമിൽപ്പെട്ട ഒരാളെ MDMA കേസിൽ അറസ്റ്റിലായല്ലോ. അല്ലാതെ നിങ്ങൾ നടത്തിയിരുന്നത് പോലെ ന്യായീകരിച്ചും അതല്ലെങ്കിൽ ഞങ്ങൾക്ക് അയാളുമായിട്ട് ബന്ധമില്ലെന്നും ഞങ്ങൾക്ക് ഇത് ആരാണെന്ന് അറിയില്ലെന്നും ഒന്നും പറഞ്ഞ് കൈമലർത്തിയില്ലല്ലോ. പറയുമ്പോ ഫീൽ ചെയ്യരുത്, നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. ഉള്ള കാര്യം അങ്ങേരുള്ളതുപോലെ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി ഉള്ളതുപോലെ പറഞ്ഞില്ലേ. എനിക്ക് എങ്ങനെയാണ് അങ്ങേരെ പരിചയം അത് പറഞ്ഞു. അങ്ങേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തല്ലോ. നിങ്ങളുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാളുടെ പേരിൽ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൽപ്പെട്ടാൽ നിങ്ങൾ എന്തെങ്കിലും അത് അംഗീകരിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളാണ്, അത് അറസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പരമാവധി ന്യായീകരിക്കും. അത് ഞങ്ങളുടെ ബോധ്യത്തിൽ അത് വന്നിട്ടില്ല, ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. ഞങ്ങളുടെ കോടതി, ഞങ്ങളുടെ പാർട്ടി കോടതി അത് അന്വേഷിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ 100 നൂറ്റാണ്ട് മുമ്പ് ഞങ്ങളുടെ പാർട്ടി അയാളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതാണ് എന്നങ്ങ് പറഞ്ഞു കളയും. ഇത് അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. തെറ്റ് ചെയ്തവരാരാണെങ്കിലും അവരെ അറസ്റ്റ് ചെയ്തിരിക്കുമെന്ന് കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും എല്ലാം ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ആരായിരുന്നാലും, ആരാണ്, എന്താണ് സ്ഥാനം, എന്താണ് പദവി, എന്താണ് പാർട്ടി ഏതാണ്, ഇതൊന്നും നോക്കില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടോ അറസ്റ്റ് ചെയ്തിരിക്കും. ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമാണോ ചെയ്തത്? അനുഭവിച്ചിരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങളെ പോലെയല്ല. എന്നിട്ട് മാറിയിരുന്നങ്ങ് കുറ്റം പറയുകയാണ്. വിടുവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോമാളിയാകുന്നത് ഈ ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു പതിവായി തീർന്നിരിക്കുക. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ കള്ളനാവും. കഴിഞ്ഞ ദിവസം ഇരുന്നോണ്ട് പറയാം, മെസ്സിയെ നമുക്കറിയാലോ, മെസ്സി നമ്മുടെ അടുത്ത ആളല്ലേ. മെസ്സി നമ്മുടെ അടുത്ത ആളെ പോലെയല്ലേ? നമുക്ക് കേരളത്തിലെ ഏത് കുടുംബത്തിലും പോയാലും മെസ്സി ഉണ്ട്. പറയുന്ന ആളുടെ അളിയനാണെന്ന് തോന്നും മെസ്സി. നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ആ CPയുടെ C അങ്ങെടുത്ത് മാറ്റാമോ? നാട്ടുകാർ നിന്നെ പറയുന്ന തെറിയുടെ പാതി എനിക്ക് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാ. മെസ്സിയെ കണി കണ്ടാണല്ലോ കേരളം എന്ന് ഉണരുന്നത്. കേരളത്തിലെ ഓരോ കുടുംബത്തിലെയും അടുത്ത അംഗത്തെ പോലെയാണ് മെസ്സി എന്നൊക്കെ പറഞ്ഞ് വാചാലനാകുന്നത് കേട്ടു. ഭാഗ്യത്തിന് അർജന്റീന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് മെസ്സി എന്ന് പറഞ്ഞില്ല. എങ്കിലും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മരണപ്പെട്ടുപോയ ADM നവീൻ ബാബുവിന്റെ മകൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ജോലിക്കായുള്ള ഉത്തരവ്, നിയമന ഉത്തരവൊക്കെ കൈമാറി. ഇവരെ കൊണ്ട് എന്ത് സാധിച്ചു? ഒരു അന്വേഷണം അതിന്റെ പേരിൽ കൃത്യമായിട്ട് നടത്തണമെന്ന് ആ കുടുംബം ആവശ്യപ്പെട്ടിട്ട് അതിനു പോലും തടസ്സം നിന്ന ഒരു സർക്കാരല്ലേ. ഇവർക്ക് എന്തെങ്കിലും നിവർന്ന് നിന്ന് പറയാൻ ഇവർക്ക് ഉളുപ്പുണ്ടോ? ഇവർ കഴിഞ്ഞ 10 വർഷം ചെയ്തതിന്റെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഇപ്പോഴെന്തെങ്കിലുമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത്, അല്ലാതെ ഈ 2-3 മാസം മുമ്പ് കയറിയ പുതിയ സർക്കാരിന്റെ അല്ല. അവർ മറ്റവങ്ക കിട്ട കാട്ടിന മുഖം വേറെ, അവരുടെ നിജമുഖം വേറെ. മനതാരിലേശലായേ